ചാലിയാറിന്റെ കൈവഴിയായ കോഴിക്കോട് ചെറുപുഴയിലെ വെള്ളത്തിന്റെ നിറമാറ്റത്തിൽ പുഴയോരവാസികൾ ആശങ്കയിൽ. ജലനിരപ്പിന് മുകളിൽ പാട കെട്ടിയതുപോലെയുള്ള നിറവ്യത്യാസമാണ് കാണപ്പെടുന്നത്. മാവൂർ, പെരുവയിൽ, കുന്നമംഗലം തുടങ്ങിയ പഞ്ചായത്തുകൾ പുഴയോരത്ത് താമസിക്കുന്നവരാണ് കടുത്ത ആശങ്കയിലാക്കിയത്. രണ്ടാഴ്ച മുൻപാണ് ചെറുപുഴയിൽ നേരിയ തോതിൽ നിറമാറ്റം ശ്രദ്ധയിൽപ്പെടുന്നത്. ആദ്യം പച്ച നിറത്തിലുള്ള മാറ്റമാണ് ജലനിരപ്പിന് മുകളിലുണ്ടായത്. പിന്നീടുള്ള ദിവസങ്ങളിൽ നിറം ചുവപ്പും കടും മഞ്ഞയുമായി മാറി. സ്വാഭാവികമായിട്ട് ജലത്തിനുണ്ടാവുന്ന ഒരു നിറമല്ല, അതിന് വ്യത്യാസം പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്കൊക്കെ ആശങ്കയുണ്ട്. കാരണം ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പുഴ എന്നുള്ളത്. അപ്പോൾ അതെന്താണ് ഇത്തരമൊരു വ്യതിയാനത്തിനുള്ള കാരണം എന്ന് ഒന്ന് കണ്ടെത്തി പരിശോധിക്കുക ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ആവശ്യം. ചാലിയാറിന് കുറുകെ ഊർക്കടവിൽ പാലത്തിന് താഴെ സ്ഥാപിച്ച റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചതോടെ നിറം മാറ്റത്തിന്റെ തീവ്രത വർദ്ധിച്ചു. ഒഴുക്ക് നിലച്ചതോടെ വെള്ളം മുഴുവനായി നിറം മാറി പാടകെട്ടി. റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ചെറുതായെങ്കിലും തുറന്നാലേ പരിഹാരമുണ്ടാവുകയുള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ റെഗുലേറ്റർ ബ്രിഡ്ജ് ഇടയ്ക്ക് ഒന്ന് പൊന്തിക്കുകയാണെങ്കിൽ ഈ കെട്ടിക്കിടക്കുന്ന എല്ലാ മാലിന്യവും പുഴയിലേക്ക് ഒഴുകിപ്പോവുകയും ഈ വെള്ളം വൃത്തിയാവുകയും ചെയ്യും. ഇത് ചാലിയാറിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകാൻ പോകുന്ന വിപത്ത് എന്തെന്ന് നമുക്ക് തന്നെ ഊഹിക്കാൻ കഴിയത്തില്ല. നിരവധി കുടിവെള്ള സ്രോതസ്സുകളും ചെറുതും വലുതുമായ ജലസേചന പദ്ധതികളും പുഴയുടെ സമീപ സ്ഥലങ്ങളിലുണ്ട്. വേനൽക്കാലമായതിനാൽ മിക്കവരും ഇത്തരം ജലസ്രോതസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർ കടുത്ത ആശങ്കയിലാണ്. പുഴയിലിറങ്ങിയാൽ ചൊറിച്ചിൽ ഉൾപ്പെടെയുള്ള സാംക്രമിക രോഗബാധയും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ ഭീതിയിലാണ് ഇവിടെ ഇറങ്ങാനും കുളിക്കാനൊക്കെ. ഇറങ്ങി കുളിക്കുന്നവർക്ക് ചൊറിച്ചിൽ വരാൻ അനുഭവപ്പെടുന്നുണ്ട്. നിറമാറ്റത്തിന്റെ കാരണം കണ്ടെത്താൻ സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തണമെന്നാണ് പുഴയോരവാസികൾ ആവശ്യപ്പെടുന്നത്. പരിഹാരത്തിന് ആരോഗ്യവകുപ്പ് മുൻകൈയെടുക്കണമെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.